പോലീസ് എങ്ങാനും പിടിച്ച എന്റെ അപ്പച്ചനാണ് സത്യം, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, ആത്മഹത്യ ചെയ്യും. ഇടയ്ക്ക് എന്താണ് പറയുന്നത്? വലിയ വലിയ രാഷ്ട്രീയക്കാര് കോടികളുടെ കേസായിട്ടാണ് നടക്കുന്നത്, എന്നിട്ട് ഓരോ ഭാര്യമാരൊക്കെ ആത്മഹത്യ ചെയ്യാണ്. അത് കോടികളുടെ കാര്യമാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ കാര്യം. അത് അവര് മേടിച്ചു വെക്കണത് തന്നെ വലിയൊരു അലങ്കാരമായിട്ട് അവര് കാണുന്നത്. ഇതേമാതിരിയാണ് 10,000 ഉറുപ്പിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു 10,000-10,000 ഉറുപ്പിക ഉണ്ടെങ്കിലേ ആ വീടുകളുടെ ഒരു മാന്യത ഉണ്ട്. ഇന്നല്ലേ ഒരുമാതിരി നാറ്റക്കസായി പോയി. വാസേട്ടാ, നിങ്ങൾ സമാധാനപ്പെടുത്താണ്ട് എഴുതിയിൽ എണ്ണ വെച്ചോണ്ടിരിക്കുക. നീ മിണ്ടാണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ അതും ഇതും പറയാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ആ പുഷ്പയുടെ വിരൽത്തുമ്പിലാണ് SI. അവളെങ്ങാനും അയാളെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കിടത്തൂല. പറയുന്നത് ഇത് ആരും ഏൽപ്പിച്ചോന്നല്ലോ. നീ നിന്റെ അവിടെ തരികട കാണിച്ചാലേ അത് വെറുതെ നിന്നവന്റെ അടുത്ത് കൊണ്ടുവന്ന് കാശ് തന്നാ പിന്നെ ഞാനെന്ത് ചെയ്യും? അത് ശരി, അതെടുക്കണില്ല. ഇതിപ്പോ എന്താ ചെയ്യാൻ പോണേ? പരികുട്ടിയെ, ഞാനൊരു ഐഡിയ പറയട്ടെ. വാസേട്ടൻ നിങ്ങൾ വെറുതെ ഐഡിയ പറയാൻ നിൽക്കണ്ടേ, വാസേട്ടൻ ഐഡിയ എടുക്കാൻ നിൽക്കണ്ട, അവസാനം തല്ലുപിടിയൊക്കെ ആയിപ്പോവും. അല്ല നിനക്ക് എന്താണ്? അല്ല എന്താ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നത് ഞാൻ പറഞ്ഞില്ല. ഇതുപോലെ ചൂടാവും. ഇങ്ങളും അതിന്റെ ഉള്ളിൽ കുത്തിപ്പിടിച്ച് കാര്യല്ലേ? എന്താണ് എന്താ ഐഡിയ അത് പറയും. പറഞ്ഞു അല്ല ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ കണക്കണ വർത്താനം പറയുന്നത്. അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ജോസു, അല്ലേ? അപ്പൊ ഓനൊരു തട്ടുകേട് വരുമ്പോ നമ്മൾ ഇടാൻ പാടില്ല, നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. അതൊക്കെ ശരിയാണ്, നമ്മൾ ഉണ്ടാക്കണ പോലത്തെ കാര്യമല്ലോ ഉണ്ടാക്കി വെക്കുന്നത്, അതല്ലേ? അതെ, നിങ്ങളെ കൊണ്ട് വല്ലതും നടക്കും, അല്ലെ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അല്ല ഇറങ്ങി പോയിക്കൊന്നോ. അല്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ കുറ്റപ്പെടുത്താൻ എന്തിനാ? കുറ്റപ്പെടുത്താൻ പറ്റില്ലത്, കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ. അല്ല അങ്ങനെ വിഷയല്ലേ? അതെ, ഞാൻ കാര്യം മറ്റേ ഇജ്ജുണ്ടാക്കിയ കാര്യം തന്നെയല്ലേ അത്, അല്ലേ? അപ്പൊ പരികുട്ടിയെ നമുക്ക് ജോസൂട്ടിനെ ഒറ്റയ്ക്ക് വിടണ്ട, നമുക്ക് 3 പേരും കൂടി നേരിട്ടിട്ട് പോവാ, എന്നിട്ട് കാര്യം പറയാ. ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, നമുക്ക് 3 പേർക്കും കൂടി അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സംഗതി പറ്റിപ്പോയതാണെന്ന് പറയാ. അതെ, അത്ര സിമ്പിൾ ആണ് കാര്യം. എങ്ങനെ സിമ്പിൾ ആവണേ? പനക്ക് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടാണോ അങ്ങനെ ആവല്ലേ? അല്ല, അങ്ങനെ സിമ്പിൾ ആക്കി എടുക്കാന്ന് പറഞ്ഞാണ്. നല്ല സിമ്പിൾ കാര്യം തന്നെ, 3 ആൾക്ക് ഒരുമിച്ച് അങ്ങ് ജയിലിൽ കിടക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ കിട്ടും. പിന്നെ നിങ്ങൾ ജയിലിൽ പോയി ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. അന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യും. വാസനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ഐഡിയ പറയണ്ടെന്ന്. നേരത്തെ ഒരാത്മഹത്യ ആയിരുന്നു, ഇപ്പൊ 2 ആൾ ആത്മഹത്യ ചെയ്യും. എന്താണ് നിനക്കുന്നത്? അല്ല അതെ, ഇത് ഈ തർക്കത്തിലൊക്കെ അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഇങ്ങനെ നമ്മള് 3 ആളും കൂടിയിട്ടൊന്ന് പറഞ്ഞുണ്ടാക്കണ്ട. അതിനായിട്ട് നല്ലത് നമ്മള് നമ്മൾ 2 ആളും ചെന്നിട്ട് ഈ കാര്യമായിട്ട് ചെന്നിട്ട് നമ്മൾ ചോദിക്കുക, എന്താണ് സുഗുണ അടുത്ത പരിപാടി, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വേണ്ടെന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ അപ്പൊ സുഗുണ ഇങ്ങട് കാര്യങ്ങൾ പറയാലോ. അത് പറയുമ്പോ നമ്മൾ അപ്പൊ കേൾക്കണ പോലെ അത് കേട്ടിട്ട് അത് ശരി അങ്ങനെയല്ല, എന്നാ പിന്നെ പോട്ടെ, കാര്യമില്ല, അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ 10,000 ഉറുപ്പിക തിരിച്ചു കൊടുത്ത് തടി ഇങ്ങോട്ട് പോകാം. എന്ത് മണ്ടത്തരോ പറഞ്ഞു. അതിനവിടെ ആഞ്ഞിലി ഉണ്ടായിട്ട് വേണ്ടി അത് വെട്ടി കണ്ണി കണ്ടവര് കൊണ്ടുപോയില്ലേ? ആഞ്ഞിലി അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളറിഞ്ഞിട്ടില്ല, പത്രത്തിൽ കൊടുത്തൊന്നുമില്ലല്ലോ ആഞ്ഞിലി കുറിച്ച കാര്യോ. അതിന്റെ കുറവുകൂടെ ഉള്ളൂ. ലാസ്റ്റിന് ഫോട്ടോ തകയും പത്രത്തിൽ വരണം, നാട്ടുകാർ അറിയണം, നാണക്കേടാവണം. പിന്നെ ഞങ്ങൾ 3 കൂടി അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. പിന്നെ നിങ്ങളെന്തിപ്പോ ഈ ആത്മഹത്യയിൽ പിടിച്ചു കയറിയേക്കണോ നിങ്ങളെ 3 കണ്ടോ? നീ എന്റെ ചങ്കി കുത്തണ വർത്താനം പറയല്ലേ ജെസി. പിന്നെ അമ്മ അതിനെ കാണിച്ചു വെച്ചേക്കുന്നേ. അതെ, സുട്ടിയത്ത് നടക്കുവോ ഞാൻ പറഞ്ഞത്? അത് നടക്കും. ഒരു കാര്യം ചെയ്യും, ആ പൈസ ഇട്ടാ കൊടുക്കും. 10,000 എടുക്കും. എന്താ ആലോചിക്കണേ? ഇല്ല, അങ്ങോട്ട് കാട്ടിക്കോ. ഇത് കയ്യിലേക്ക് നമ്മളില്ല. എത്ര 10 അല്ലേ? 10 തന്നത് അവര്. കുറവുണ്ട്, അത് 8 ഉള്ളൂ. അത് മനസ്സിലായി. 2,000 കുറവെന്ന് പറഞ്ഞേ അത് ചെലവാക്കി. എന്തോന്ന് ഇന്നലെ അരിയും സാധനവും മറ്റേ എയറും ഗിയറും ഇതൊക്കെ മേടിച്ചോണ്ട് വന്നില്ലേ ബീഫൊക്കെ, അത് അതിന്ന് 2,000 രൂപ എടുത്തിട്ടാണ്. കർത്താവേ, ആ സാധനങ്ങൾ മേടിച്ച് ഇതിന്ന് പൈസ എടുത്തിട്ടാണോ? അതിന്ന് പൈസ എടുത്തിട്ടാണ് മേടിച്ചത് 2,000 രൂപ. ആ ഭക്ഷണം നമുക്ക് ദഹിക്കത്തില്ല കേട്ടോ. എത്ര കാലൊക്കെ ദഹിച്ചത്? പിന്നെ എങ്ങനെയാണ്? ഇന്നലെ മാത്രമാണ് അതിന്ന് എടുത്ത് മേടിച്ചത്, ബാക്കിയൊക്കെ അവള് ബ്യൂട്ടി പാർലറിൽ പോണ്ട്. എനിക്ക് അത് വെനകെട്ട കാശ്. അല്ല, ഇത് ഇനിയിപ്പോ ഈ കാശ് അവിടെ കൊണ്ടുപോയി ദഹിപ്പിക്കണെങ്കിലേ 2,000 രൂപ കുറവുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? അതിനെടുക്ക കൈ നിർത്തോ. ആര്? ഇയ്യന്നെ. അത് പോയി. എന്താ സാഹചര്യം നോക്കിട്ടേ പതുക്കെ അതിനനുസരിച്ചിട്ട് നൈസില് തുടങ്ങിയാ മതി കേട്ടോ. ആരെന്താ സുരേട്ടാ? സുണേട്ടാ, എന്നിട്ട് വരൂ. നമസ്കാരം.
ഞങ്ങൾക്ക് അന്ന് ഇങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി. അപ്പൊ ഒന്നുമില്ല, നമ്മള് മറ്റേ ആഞ്ഞിലുണ്ടല്ലോ, ആഞ്ഞിലയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നു. ആദ്യം കൊടുത്തല്ലോ. കൊടുത്തോ? ആ അത് കച്ചവടമായി. ആർക്ക്? തടവിലെടുത്തില്ലേ ഷംസുദ്ദീൻ, ആ ഷംസുദ്ദീന് കച്ചവടമായി. അപ്പൊ നമ്മുടെ അത് ശരി. എന്ത് കിട്ടിയതിന്? 65,000 രൂപ. അതിൽ 15,000 രൂപ പറ്റിച്ചു കൊണ്ടുപോയി. ബാക്കി 50,000 രൂപയല്ലേ. അത് ഇടനിലക്കാരെങ്കിലും പറ്റിച്ചുകൊണ്ടേതായിരിക്കും. അല്ല, നമ്മുടെ പുഷ്പയുടെ ഒരു ആംഗിൾ ഇവിടെയോ പുഷ്പാങ്കതൻ, പുഷ്പാങ്കതനായിരുന്നു. അതെ. ആ ജോസിറ്റ് മനസ്സിലാക്കി. ശരി. അപ്പൊ ഇനിയിപ്പോ കച്ചവടം നടക്കില്ലല്ലോ അല്ലേ? നടക്കില്ല. അത് വേറെ ആൾക്ക് കൊടുത്തു അല്ലേ? അല്ല, ഇതിപ്പോ പുഷ്പാങ്കതനാഥ് എങ്ങനെ മനസ്സിലായി? സംഗതി ഞാൻ പറഞ്ഞപ്പോഴേ പുഷ്പ പിടികിട്ടി. പുഷ്പ വലിയ ബുദ്ധിയല്ലേ. അപ്പൊ ആളെയും മനസ്സിലായി. ഇനിയിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ നേരിട്ട് ചോദിച്ചുകൂടായിരുന്നില്ലേ പുഷ്പാങ്കതനോട്? നല്ല വെള്ളമാണ്. കാശിനെ ചോദിച്ചപ്പോ അപ്പം കിട്ടും. അയ്യോ അയ്യോ, എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ചോദിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ആ കാശി കയറി ഞാനിങ്ങ് വേണ്ടെന്ന് വെച്ചു. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. അല്ല, ഇനിയിപ്പോ വേറെ ആചര്യൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇനി ഒരാചരുണ്ട്. ഉണ്ട്. നമുക്ക് ഈ കാശ് അഡ്വാൻസ് കൊടുത്താലോ? എന്നാ അതിന് ഞങ്ങൾ അഡ്വാൻസ് തന്നാലോ? ആ ആഞ്ഞില് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. 20 കൊല്ലം കഴിയുമ്പോ അത് വളർന്ന് വലുതാവും. അപ്പോഴും ഞാൻ കൊടുക്കും. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. പക്ഷെ എനിക്ക് പുഷ്പയോടൊന്ന് ചോദിക്കണം. 20 കൊല്ലം കഴിഞ്ഞിട്ട്. ശരി. ഒന്ന് ഞങ്ങള് മരിച്ചില്ലെങ്കിൽ ഞങ്ങള് വന്ന് വാങ്ങാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ശരി. ആയിക്കോട്ടെ. ശരി ശരി. ഓക്കെ. എന്തൊക്കെ ഉണ്ടായി? ആ ചെങ്ങായിക്ക് ഒരു ബോധമില്ലാട്ടോ. അല്ല, ജോസുട്ടിയാന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും. ഇല്ല, ഞാനേ ജോസുട്ടിയെ വിളിച്ചെന്ന് പറയാം. എന്തിന് ഇജതവിടെ എടുത്തോക്ക്. ഒന്നും പറയണ്ടോ അവനോട്. ഇജത് എടുത്തു വെക്കടോ. എങ്ങായി ഞാൻ എടുത്തു വെക്ക്. ഞാൻ ഫോൺ വിളിക്കല്ലേ. 1 2 3 4 5 6 7 8,000 ഉറുപ്പ്യല്ലേ? 4,000 ഈ വെക്ക്. 4,000 ഉറുപ്പിച്ച് വെക്ക്. കയ്യിൽ വെക്ക്. 4,000 ഇന്ത്യയിൽ ഇരിക്കട്ടെ. ഇത് ഇവിടെ നിന്ന് നമുക്ക് പടച്ചോ നന്നാന്ന് അങ്ങോട്ട് കരുതിക്കോ. ആർക്കും ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. പിന്നെന്താണ്? അല്ല, ഇനിയിപ്പോ ജോസൂട്ടി ചോദിച്ചാലോ? ചോദിച്ചെന്താണ്? എങ്ങനെ ഒത്തീർപ്പായി ചോദിക്കൂലേ? ഒന്നും ഓൻ അറിയണ്ട. ഓൻ 10,000 ഉറുപ്പ്യ മേടിച്ചു കൊണ്ടിട്ട് 2,000 വസൂലാക്കി ബാക്കി 8,000 അല്ലേ നമ്മുടെ അന്ന്. നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കണക്കിന് പറഞ്ഞു ഒതുക്കി രക്ഷപ്പെട്ടു പോന്നാണെന്ന് അവനോട് പറഞ്ഞാൽ മതി. ഇക്കേ പല തവണ എന്റെ കായ് മേടിച്ചിട്ട് 10-12,000 ഉറുപ്പ്യക്ക് തരാൻ എടുക്കാൻ പോയി. ഇതുവരെ നയാ പൈസക്ക് തന്നിട്ടില്ല. 4,000 എന്റെ ഇരിക്കട്ടെ. 4,000 ഈ കൊടുത്ത 4,000 പിന്നല്ലേ പാടച്ചോ നന്നാ. അപ്പൊ 2 ദിവസം ഇനി പഠിക്കണ്ട. ആ കൈ കിട്ടി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.